ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിയുടെ സ്വർണം എടുത്തിട്ട് മുക്കുബണ്ടം ആക്കിയ സുധിയെ കൈയോടുകൂടി, അതും പൂർണ്ണ തെളിവുകളോടുകൂടി എല്ലാവരുടെയും മുമ്പിൽ നിർത്തിയേക്കുവാണ് കേട്ടോ സച്ചി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണേ. അതിനുശേഷമുള്ള എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വീഡിയോ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സുധി കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആ വീഡിയോ എടുത്തുകൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നത് വ്യക്തമായിട്ട് വീട്ടിലെല്ലാവരുടെയും മുമ്പിൽ TV-യിൽ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് സച്ചി. ആ സമയം സുധി പറയുന്നുണ്ടല്ലോ, പോലീസുകാരോട് പറയുന്നുണ്ട്, 4 ലക്ഷം രൂപയാണ് എനിക്ക് ഇതിനകത്ത് മുടക്കായത്. 3 ലക്ഷം രൂപയല്ലേ അപ്പോൾ ഡീലേഴ്സിന് കൊടുത്തത്, അപ്പോൾ പിന്നെ ആ 1 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സുധി പറയുന്നുണ്ട്, അത് ആ 1 ലക്ഷം രൂപയാണ് ഞാൻ പ്രോഫിറ്റ് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചതെന്ന് പറയണേ. ഈ സമയം ശ്രുതിയാണെങ്കിൽ സുധിയെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമായിട്ട് വീഡിയോ എല്ലാവരും കണ്ടു കഴിയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ സച്ചിയേട്ടാ എന്തായി നടന്നതൊക്കെ? 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഏട്ടനെ പറ്റിച്ചുകൊണ്ട് അവർ കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണേ. രേവതി, നിനക്ക് ഇവനെ കുറിച്ച് അറിയില്ലേ? അവനെ ഡിഗ്രി മാത്രമേ ഉള്ളൂ, തലമണ്ടയ്ക്കകത്ത് ഒന്നുമില്ലെന്നുള്ളത് നാട്ടുകാർക്ക് വരെ ബോധ്യപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരുടെ ആളുകൾ തന്നെ വന്നിട്ട് ബില്ല് വേണ്ട, ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ അല്ലാതെ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവനെ പറ്റിച്ച് കൊണ്ടുപോയത്. അതിനുശേഷം അവരുടെ ആളുകളെ തന്നെ വിട്ട് ഇന്റലിജൻസ് എന്നും പറഞ്ഞിട്ട് അവര് ക്യാഷും കൊണ്ടുപോയി എന്ന് പറയുകയാണേ. ഈ സമയം രവിയാണെങ്കിൽ സുധിയോട് പറയുന്നുണ്ട്, സുധി ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ സുധി ഇങ്ങനെ ഭയങ്കര ടെൻഷനോട് കൂടി രവിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താ സുധി, എന്തൊക്കെയാ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ ബിസിനസ് തുടങ്ങി വലിയ ലാഭമൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചപ്പോൾ ഞാനും വിചാരിച്ചു, ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. നീ ഇനിയിപ്പോൾ ജീവിത പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ തീരുമാനിച്ചല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ നീ ഈ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും പറ്റിച്ചിട്ട് വല്ലവരുടെയും പൈസ കൊണ്ടുവന്ന് വീട്ടിൽ ലാഭം കിട്ടിയെന്ന് വരെ കാണിച്ചിരിക്കുന്നു. നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതിയും ശ്രുതിയുടെ നേരെ പറയുന്നുണ്ട് കേട്ടോ. കാരണം കിട്ടുന്ന അവസരത്തിലെല്ലാം സച്ചിയെ ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രുതി മുമ്പിൽ നിൽക്കാറുണ്ടല്ലോ. എന്താ ശ്രുതി, നിനക്കിപ്പോ ഒന്നും മിണ്ടാനില്ലേ? നീ എപ്പോഴും പറയുമല്ലോ, സച്ചിയേട്ടന് ഞങ്ങളും എല്ലാവരും കൂടി നിന്റെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നൊക്കെ. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാ ചോദ്യം ചെയ്യാതിരിക്കുക? നീ എപ്പോഴും പറയാറുണ്ടല്ലോ, സച്ചിയേട്ടൻ കുടികാരനാണ്, നിന്റെ ഹസ്ബൻഡ് ഇതോ വലിയ ബിസിനസ്മാൻ, ഭയങ്കരമായിട്ട് സമ്പാദിക്കുന്നു എന്നൊക്കെ. ഇങ്ങനെയാണോ നിന്റെ ഭർത്താവ് സമ്പാദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതി അങ്ങ് ചൂളിപ്പോയിട്ട് മിണ്ടാൻ പോലും വയ്യാതെ തലകുനിച്ച് നിൽക്കുകയാണ്. ആ ദേഷ്യം മുഴുവൻ ശ്രുതിയാണെങ്കിൽ സുധിയുടെ നേരെ ചെല്ലുകയാണ് കേട്ടോ. എന്താ സുധി, എന്തൊക്കെ ഈ കാണിച്ചത്? ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലെന്ന് ചോദിക്കുകയാണെ. അത് ശ്രുതിക്ക് വിഷമമാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണെ. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർഷ ഇടയിൽ കയറുന്നുണ്ട്. വർഷ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇവർക്ക് 3 ലക്ഷം രൂപ നഷ്ടമാണ് ഉണ്ടായത്, എന്നാൽ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഈ പൈസ 4 ലക്ഷം രൂപ ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും സച്ചി ഇടയിൽ കയറുന്നുണ്ട്. അതാണ് പക്ഷേ എന്റെയും ചോദ്യം, സത്യം പറയടാ, നിനക്ക് എവിടെ നിന്നാ ആ 4 ലക്ഷം രൂപ കിട്ടിയത്? ഈ സമയം സുധിയാണെങ്കിൽ പതുക്കെ സച്ചി വരുന്ന കണ്ടിട്ട് പുറകോട്ട് ഇങ്ങനെ പേടിച്ചു പോവാണ് കേട്ടോ. സച്ചി പെട്ടെന്ന് തന്നെ സുധിയുടെ ഇങ്ങനെ മുമ്പോട്ട് എന്നിട്ട് വീണ്ടും അടുത്തോട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നിന്നോടല്ലേ പറഞ്ഞത്, നിനക്ക് എവിടെ നിന്നാ ആ ക്യാഷ് എവിടെ നിന്നാ കിട്ടിയത്? നീ എവിടെ നിന്നാ അറേഞ്ച് ചെയ്തു എന്ന് ഇപ്പൊ പറയണം. പിന്നെ ഈ വീട്ടില് കുറെ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളത് നിനക്കും അറിയാം. അപ്പൊ പിന്നെ ഞാനായിട്ട് പറയിപ്പിക്കുന്നതിൽ നല്ലത് നീ തന്നെയല്ല അങ്ങ് സമ്മതിച്ചേക്കെന്ന് പറയുകയാണെ. സുധി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുന്ന കണ്ടപ്പോ ചന്ദ്രയ്ക്കും ഒരു ടെൻഷൻ ആവാൻ തുടങ്ങിട്ടോ. സുധി എങ്ങാനും സത്യങ്ങൾ വിളിച്ചു പറയുമോ എന്ന് കരുതിയിട്ട് ചന്ദ്ര ഇടയിൽ കയറിയിട്ട് സുധിക്കിട്ട് ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. സുധിയാണെങ്കിൽ അമ്മ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നാലും നീ ഇനി ഒരക്ഷരം മിണ്ടി പോരുത്, പറയടാ, നീ എന്നാലും ഇതെല്ലാം എന്നോട് പോലും മറച്ചു വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സുധിയെ തല്ലുകയാണ് കേട്ടോ.
നമ്മുടെ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ചന്ദ്രമതിയുടെ നാടകമാണെന്നുള്ളത്. ശ്രുതിക്കാണെങ്കിൽ ശ്രുതി ഒരു പൊട്ടനാണല്ലോ, ശ്രുതിക്ക് ഒന്നും മനസ്സിലാവുന്നുമില്ല. എന്നാൽ ചന്ദ്രമതിയാണെങ്കിൽ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാനാണ് അടിക്കുന്നതെന്ന് പോലും ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നാൽ ശ്രുതിയെ തല്ലെന്ന് കാണുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് വല്ലാണ്ട് വിഷമാവുന്നുണ്ട്. ഇടയിൽ കയറിയിട്ട് ആന്റി ശ്രുതിയെ വിട്ടേര്, തല്ലണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഇവന് ഇങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അടിക്കാൻ കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അടിയൊക്കെ നിർത്തി കഴിയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയാന്ന് പറയാനേ. അപ്പോഴേക്കും വീണ്ടും ചന്ദ്രമതി ഇടയിൽ കയറിയിട്ട് ശ്രുതിയുടെ കുത്തിന് പിടിക്കുന്നുണ്ട് കേട്ടോ. എടാ അവൻ പറയുന്നത് കേട്ടില്ലേ, നീ തന്നെ പറ, നിന്റെ വായും കൊണ്ട് തന്നെ പറ, എവിടെ നിന്നാ പൈസ കിട്ടിയെന്ന് പറയുകയാണേ. എന്നാൽ ശ്രുതിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. സച്ചിയെങ്ങാനും സ്വർണം വിറ്റ കാര്യമാണെന്ന് സമ്മതിപ്പിച്ചാലോ എന്ന് കരുതിയിട്ട് ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, എടാ നിന്നോടല്ലേ പറഞ്ഞത്, നീ ആരുടെ കയ്യിൽ നിന്നാ കട മേടിച്ചതെന്ന് പറഞ്ഞിട്ട് ചെവിക്കൊക്കെ പിടിച്ചിട്ട് കറക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിക്ക് ക്ലിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ അമ്മേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചതാ. അത് തന്നെയല്ലേടാ നിന്നോട് ഇത്രയും നേരം ചോദിച്ചത്, നീ ഏത് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നാടാ മേടിച്ചതെന്ന് ചോദിച്ചിട്ട് വീണ്ടും അടിക്കാണ് കേട്ടോ. അമ്മേ അത് ആനന്ദിന്റെ കയ്യിൽ നിന്നാ ഞാൻ മേടിച്ചതെന്ന് ഇങ്ങനെ ശ്രുതി സമ്മതിക്കുന്നുണ്ട്. ഈ സമയം രവി ചോദിക്കുന്നുണ്ട്, അല്ല ആരാടാ ഈ ഫ്രണ്ട്? ഈ സമയം ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് അച്ഛാ അന്ന് സുധിയേട്ടൻ്റെ കൂടെ പാർക്കിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അയാളാന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ അച്ഛാ അയാള് കുറച്ച് നാളായിട്ട് പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത്യാവശ്യത്തിന് 4 ലക്ഷം രൂപ മേടിച്ചാന്ന് പറയാണേ. പിന്നീടും വന്നിട്ട് ചന്ദ്രമതി നല്ല അടി കൊടുക്കാണ് കേട്ടോ. നീ എന്തിനാടാ ഈ കാര്യം വന്നിട്ട് എന്നോട് മറിച്ചു വെച്ചത്, നിനക്ക് എന്നോടെങ്കിലും പറയത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് അടിക്കുമ്പോഴേക്കും ശ്രുതി ഇടയിൽ കയറുന്നുണ്ട് കേട്ടോ. ആന്റി ശ്രുതി സമ്മതിച്ചല്ലോ, ശ്രുതി ആരെയും പറ്റിക്കുകയല്ലല്ലോ ചെയ്തത്, ശ്രുതിയാണ് ഇപ്പൊ പറ്റിക്കപ്പെട്ട് നിൽക്കുന്നത്. വീണ്ടും എന്തിനാണ് എല്ലാവരും കൂടി ശ്രുതിനെ ക്രോസ് ചെയ്യുന്നത്? ശ്രുതി ഇപ്പോ ഒരു കൂട്ടുകാരൻ്റെ നിന്ന് പലിശക്ക് എടുത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് വേറെ ആരെയും ബാധിക്കുന്ന കാര്യമില്ലല്ലോ ആന്റി, ഇനി ശ്രുതിയെ തല്ലരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സുധി ചേച്ചി എന്തായാലും ഏട്ടൻ ചെയ്തത് തെറ്റല്ലേ, അത് വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ. ആ സമയത്ത് ശ്രുതിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതിപ്പോ വലിയ തെറ്റൊന്നും അല്ലല്ലോ ശ്രീകാന്തേ. എന്തായാലും സച്ചിയുടെ ചോദ്യം ചെയ്യൽ കണ്ടാൽ തോന്നും സച്ചിയുടെ പണവും കണ്ടാണ് ശ്രുതി മോഷ്ടിച്ചോണ്ട് പോയതെന്ന്. ഇത്രയും വലിയ മേക്കപ്പുകളൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ ഇവിടെ കിടന്ന് കാണിച്ചത്, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ശ്രുതി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടമേടിച്ചാന്ന് ഇപ്പൊ സമ്മതിച്ചല്ലോ എന്ന് പറയാണേ. എന്നാൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിയേട്ടനാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പഠിച്ചെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാം അഭിമാനിച്ചു. എന്നാൽ ഇത്രയും വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ ആളെ വെറുതെ ആളുകൾ വന്നിട്ട് പറ്റിച്ചോണ്ട് പോയല്ലോ എന്ന് പറയാണേ. ഈ സമയം രവി അപ്പോൾ പറയുന്നുണ്ട്, എടാ ശ്രുതി നീ എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും നീ പല ജോലിക്കും പോയി, എന്നാൽ അതൊന്നും നല്ല രീതിയിൽ വന്നില്ല. ഒരു ബിസിനസ് ആരംഭിച്ചാല് നല്ല രീതിയിൽ ചെയ്യാമെന്ന് നീ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ ആ ശ്രുതിയുടെ അച്ഛൻ അത്രയും വലിയ തുക നിങ്ങൾക്ക് തന്നത്. എന്നാൽ അതുപോലും വെച്ച് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ വീട്ടുകാരറിഞ്ഞാൽ എന്താവും അവസ്ഥയെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് ചന്ദ്രമതിയും പറയുന്നുണ്ട്, രവിയേട്ടാ അല്ലെങ്കിലും ഇവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവൻ ഇത്രയും പറ്റിക്കപ്പെട്ടിട്ട് അതിന്റെ ഒരു പങ്കും കൊണ്ടുവന്ന് എനിക്കും കൊണ്ട് തന്നിരിക്കുന്നു എന്ന് പറയാണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രേ ഇതിനെല്ലാം കാരണക്കാരി നീയാണ്. ശ്രുതിയെ ആവശ്യമില്ലാതെ കൊഞ്ചിച്ച് വഷളാക്കിയതും നീ തന്നെയാണ്. ചന്ദ്രേ നീ ഇപ്പൊ ഈ അടിച്ച അടിയുണ്ടല്ലോ, അതവനെ ചെറുപ്പത്തിലേ തൊട്ടേ അടിച്ച് വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാനേ. എന്തായാലും രവിയേട്ടാ ഇവനെ കുറിച്ച് ഓർത്ത് ഓരോ ദിവസവും കണ്ണീരൊഴുക്കാനായിരിക്കും എന്റെ വിധി. എന്തായാലും ഇവനെ പ്രസവിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിച്ച് ഇല്ലാത്ത അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട എന്ന് രവി പറയുന്നുണ്ട് കേട്ടോ. എല്ലാം ഇവനെ പ്രസവിച്ച് എന്റെ തലയെഴുത്തെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോഴേക്കും നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് രവിയും ആ കൂടെ തന്നെ അങ്ങ് പോകുന്നുണ്ട്.
അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവാണ് കേട്ടോ. എന്നാൽ രേവതി ആണെങ്കിൽ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ അവർ പറഞ്ഞതൊക്കെ നിങ്ങൾ വിശ്വസിച്ചോ? എവിടെ നിന്നോ ക്യാഷ് കടം മേടിച്ചെന്നല്ലേ പറഞ്ഞത്, അങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി ഇതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, എന്തായാലും അത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയാനേ. അങ്ങനെ രേവതി കിച്ചണിലേക്കും പോകുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും ഇരിക്കുകയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാലും ശ്രുതി, നിനക്ക് എൻ്റെ അടുത്തെങ്കിലും ഒന്നും പറയായിരുന്നില്ലേ? അത് ശ്രുതി, ഞാൻ ബിസിനസ് തുടങ്ങി തുടക്കം തന്നെ ഇങ്ങനെ ഫ്ലോപ്പായെന്ന് അറിഞ്ഞാൽ അത് നിനക്ക് ഒരുപാട് വിഷമാവും. എനിക്ക് ഒരു കഴിവില്ലാത്തവനാണെന്ന് നീ വിചാരിക്കില്ലേ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. സുധി, നീ എന്തായി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ നിന്റെ വൈഫാണ്. എൻ്റെ അടുത്ത് എന്തിനാ ഫോർമാലിറ്റീസ് ഒക്കെ? ഈ കാര്യങ്ങളൊക്കെ നീ അന്നേ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അത് ഞാൻ വേറെ രീതിയിൽ ഡീൽ ചെയ്തേനെ. ഇപ്പൊ കണ്ടില്ലേ, എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ആ സച്ചിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടില്ലേ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വരെ തലകുനിച്ച് നിന്നില്ലെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി, നീ അന്ന് തന്നെ ബില്ലടിച്ച് സാധനങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമാവില്ലായിരുന്നു. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, അതൊക്കെ പോട്ടെ എന്ന് പറയാനേ. എന്നിട്ട് ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി, എൻ്റെ കാര്യം വിട്ടേക്ക്. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, അവര് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. അവരെ പോലും നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിയില്ലേ? ഇന്ന് നിങ്ങളെ അവര് അടിക്കുന്ന രീതിയിൽ വരെ ആക്കിയില്ലേ എന്ന് ചോദിക്കുകയാണേ. എന്നാ ശ്രുതി പെട്ടെന്ന് തന്നെ അങ്ങ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ശ്രുതിയുടെ വിഷമം. എന്നാ ശ്രുതി ടെൻഷൻ ആവണ്ട, ഈ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് പറയാനേ. ശ്രുതി പെട്ടെന്ന് ഷോക്കായി പോകുന്നുണ്ട്. എന്താ ശ്രുതി പറഞ്ഞത്? അതെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ അമ്മയോട് പറഞ്ഞിരുന്നു. പിന്നെ വേറെ ആരും അറിയണ്ടെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ കരുതിയിരുന്നേ. എന്തായാലും എന്താ ശ്രുതി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പ്രോഫിറ്റിന് നഷ്ടം ഉണ്ടായപ്പോൾ 4 ലക്ഷം രൂപ ആനന്ദിന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചു. ഇപ്പോൾ 1 ലക്ഷം രൂപ ഇവിടെ കൊണ്ടുവന്ന് പ്രോഫിറ്റും കാണിച്ചു. ഇതിത്ര രഹസ്യമാക്കി വെക്കാൻ എന്താ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. എന്നാ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, അതല്ല, വേറൊരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. ശ്രുതി, ഞങ്ങള് രേവതിയുടെ സ്വർണം എടുത്തിട്ടാണ് ഇപ്പോൾ ആ ക്യാഷ് ഡീൽ ചെയ്തിരിക്കുന്നത്. രേവതിയുടെ സ്വർണം ഞാനാണ് വിറ്റത്. അത് മുക്കുപണ്ടമാക്കി കൊണ്ട് തിരിച്ചു വെക്കാൻ അമ്മ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ആദ്യം ശ്രുതിയെ കുറേ അടിയൊക്കെ അടിച്ചതിന് ശേഷം ശ്രുതി പോയിരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നാൽ ശ്രുതി പുറകെ പോയിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്രുതി, നീ വിഷമിക്കല്ലേ, ഞാനത് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. അത്രയും ക്യാഷിന് ഞാൻ എവിടെ പോവാനാ? അതിനു വേണ്ടിയിട്ടാ ഞാനത് ചെയ്തേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നീയും നിന്റെ അമ്മയും കൂടിയിട്ട് എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? രേവതിയുടെ സ്വർണം അതും സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അത് മുക്കുപണ്ടമാക്കി തിരിച്ചു കൊണ്ടുവയ്ക്കുക. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ അമ്മയും മകനും കൂടി നാടകം കളിക്കുന്നു. എന്തൊക്കെയാ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? നാണമില്ലേ ശ്രുതി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അത് ശ്രുതി, എന്നെ അന്നേരം രക്ഷിക്കാനായിട്ട് അമ്മ എല്ലാവരുടെയും മുമ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ? ഇപ്പോൾ വേറെ ഒരു കുഴപ്പമില്ലല്ലോ, നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടാനും പോയില്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര സമാധാനത്തോടു കൂടി പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ ശ്രുതി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ കാര്യങ്ങൾ സച്ചി എങ്ങാനോ അറിഞ്ഞാൽ അന്നാ രേവതിയുടെ അനിയന്റെ കൈയൊടിച്ചില്ലേ, അതിന് പകരം ശ്രുതിയുടെ കൈയായിരിക്കും തല്ലി ഒടിക്കാൻ പോകുന്നത്. തന്നെയല്ല, എന്തോ ഒരു നാണക്കേടായിരിക്കും ശ്രുതി. ഈ വീട്ടില് ഇനി ഞാൻ എങ്ങനെ തലനിവർത്തി നടക്കുമെന്ന് ചോദിക്കുകയാണ്. എന്നാ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, നീ വിഷമിക്കാതെ, ആ കാര്യങ്ങളെല്ലാം അമ്മ ഇപ്പോൾ ഡീൽ ചെയ്ത് വേറെ ആക്കിയിട്ടുണ്ടല്ലോ. ഇനിയും ഇതൊരിക്കലും നമ്മൾ പിടിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി വിചാരിക്കുന്നത് പോലെ സച്ചി ഈ വിഷയം വിടാനേ പോകുന്നില്ല. സച്ചി അതിന്റെ പുറകെ പോയിട്ട് സത്യം എന്നായാലും ഉടനെ തന്നെ അത് കണ്ടെത്തും, എല്ലാവരുടെയും മുമ്പിൽ അത് കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറയാണ്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അത് ശ്രുതി, എന്തായാലും സച്ചി അതിൻ്റെ ഒന്നും പുറകെ പോയില്ല. അങ്ങനെയൊന്നും അല്ല ശ്രുതി, അത് നേരത്തേക്കിനും അമ്മ പറഞ്ഞു ആ സ്വർണം മുക്കുപണ്ടം എല്ലാം മാറ്റി ഒറിജിനൽ സ്വർണം വെക്കാന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെ മണ്ടത്തരങ്ങളൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ഇത് ഇനി
അത് സ്വർണമാക്കി അവിടെ തിരിച്ചു വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെ. എന്നാൽ ശ്രുതി വീണ്ടും കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ശ്രുതി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളിലൊക്കെ ഞാനും കൂടിയിട്ടാണ് നാണം കെടുന്നത്. ഇപ്പോ ആ രേവതിയുടെ പൈസ കൊണ്ട് ജീവിക്കുന്നത് പോലെ ആയില്ലേ ആ സച്ചിയുടെ മുമ്പില്. ഇനിയിപ്പോ എന്തൊക്കെയാണ് കേൾക്കാൻ കിടക്കുന്നത്? ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അത് ശ്രുതി എന്തായാലും നടന്നു പോയതൊക്കെ നടന്നു. ഈ കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് മറ്റൊരാളും അറിയാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഇല്ല, അല്ല ഇപ്പൊ നീ എൻ്റെ അടുത്ത് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരിക്കലും അറിയാൻ പാടില്ല. പിന്നെ എൻ്റെ അടുത്ത് ഈ സത്യം പറഞ്ഞെന്ന് നിന്റെ അമ്മയും അറിയണ്ടെന്ന് പറയണേ. അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞത്? ഓ, നിന്റെ അടുത്ത് നിന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുമല്ലോ. ഞാൻ പറയുമ്പോൾ മാത്രം നീ എന്തിനാ 100 ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കുന്നത്? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ശ്രുതി നീ കൂളാവ്, ഞാൻ അമ്മയടുത്ത് പറയില്ല എന്ന് പറയാനേ. പിന്നീടായിട്ട് കാണിക്കുന്നത് വർഷേനെയാണ്. അല്ല ശ്രീകാന്തെ, ഈ വീട്ടില് എന്തായാലും നല്ല രസമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ എന്റർടൈൻമെന്റ്സ് കൊണ്ടുവരും. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ സച്ചി ആയിരിക്കും കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏട്ടൻ ശ്രുതി കാരണം. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോ ദിവസവും പോകാനായിട്ട്. എന്തായാലും ശ്രീകാന്ത് കാരണമാണ് ഈ വീട്ടില് ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഇതുവരെ ഇരിക്കുന്നതെന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട്, അല്ല വർഷേ നീ എന്താ പറഞ്ഞു വരുന്നത്? ഇനി ഞാനിവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നോന്നാണോ? അല്ല ശ്രീകാന്തെ, എന്തായാലും ശ്രീകാന്ത് ഒരു ഗുഡ് ബോയ് ആണെന്നാ ഞാൻ പറഞ്ഞെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാ വർഷ പറയുന്നുണ്ട്, അല്ല ശ്രീകാന്ത് എന്താ വിചാരിക്കുന്നത്? നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഏതോ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ സുധിയേട്ടൻ ക്യാഷ് കടം മേടിച്ചെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ആദ്യം നിങ്ങളുടെ ഏട്ടൻ പറ്റിക്കപ്പെടുന്നു, അതിനുശേഷം ഈ വീട്ടിലെ സ്വർണം മുക്കുപണ്ടമാവുന്നു, സച്ചിയേട്ടൻ സത്യം തെളിയിക്കാനായിട്ട് വരുന്നു. എന്നാൽ ഇതൊന്നും നടക്കാതെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഇല്ലെന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ സുധിയേട്ടൻ പറഞ്ഞത് അത് തീർത്ത് ഞാനും അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് എന്നാൽ നമുക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ചാലോ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്? എന്തിനാ ഡിറ്റക്റ്റീവ് ആവുന്നത്? നമുക്ക് CBI തന്നെ ഏൽപ്പിക്കാന്നിങ്ങനെ ശ്രീകാന്തും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ നമ്മൾ ഈ കാര്യങ്ങളിനകത്തൊന്നും ഇടപെടാത്തതാണ് നല്ലത്, നമുക്ക് എല്ലാവരും വേണം. അപ്പൊ പിന്നെ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല ഈ കാര്യം ഇപ്പോൾ സത്യമൊന്നും തെളിയിക്കണ്ടേ? നമുക്ക് എന്തായാലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വഞ്ചർ വേണ്ടെന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ നമുക്ക് സുധിയേട്ടനും വേണം സച്ചിയേട്ടനും വേണം. ഈ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇടപെടാൻ പോയാൽ ആ ഇഷ്യൂസൊക്കെ ഭയങ്കര സീരിയസ് ആവത്തേ ഉള്ളൂ. തന്നെയല്ല ഇത് ക്യാഷുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്തേക്കൊന്നും ഇടപെടാൻ പോകണ്ടെന്ന് പറയുകയാണേ. എന്നാൽ വർഷ പറയുന്നുണ്ട്, അല്ല ശ്രീകാന്ത് എന്നാലും നമുക്ക് ഇതെങ്ങനെയാ സംഭവിച്ചതെന്നൊന്ന് അറിയണ്ടേ? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും നമുക്കത് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ എന്താ നടക്കുന്നതെന്ന് നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ എന്ന് പറയണേ. അപ്പോൾ വർഷയും സമ്മതിക്കുന്നുണ്ട്, ശരി ശ്രീകാന്ത് നമുക്കത് നൈസായിട്ട് ഇരുന്ന് കാണാമെന്ന് സമ്മതിക്കുകയാണ്. എന്നാൽ വർഷയുടെ വീണ്ടും മനസ്സിലിങ്ങനെ തെളിയുന്നുണ്ട് കേട്ടോ. കാരണം ചന്ദ്രമതിയാണെങ്കിൽ ഇതുവരെ സുധിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ മറ്റൊരു രീതിയിൽ റിയാക്ട് ചെയ്തിട്ടില്ല. എന്തായാലും ശ്രീകാന്തെ, എന്നാലും നിങ്ങളുടെ അമ്മ ഇന്ന് ഓവർ ആക്ടിങ് അല്ലേ ചെയ്തത്? നിങ്ങളുടെ ഏട്ടനെ തല്ലിയത് കണ്ടില്ലേ? അതെന്തോ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ലെന്ന് പറയാനേ. എന്തായാലും നീ അത് വീട് വർഷയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയാണ്. രണ്ടുപേരും ഭയങ്കര ആലോചനയിലാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ ഇത്ര ചിന്തിച്ചിരിക്കുന്നത്? അത് രേവതി, സച്ചിയേട്ടാ നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചല്ലേ. നിങ്ങളുടെ ഏട്ടനല്ലല്ലോ സ്വർണം എടുത്തത്. നിങ്ങളുടെ ഏട്ടൻ എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ അമ്മ അറിയാണ്ടിരിക്കില്ല. എന്തായാലും നമ്മൾ വെറുതെ അത് ചിന്തിക്കണ്ടായിരുന്നു അല്ല എന്നിങ്ങനെ രേവതി പറയാണേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി നീ അത് ശ്രദ്ധിച്ചിരുന്നോ? എന്താ സച്ചിയേട്ടാ, നിങ്ങളുടെ ഏട്ടനെ നിങ്ങളുടെ അമ്മ ഒരുപാട് തല്ലിയില്ലേ? അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളുടെ ഏട്ടനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറല്ലേ പതിവ്. ഇതിപ്പോ സ്വർണം എടുത്തതിരുന്നെങ്കിൽ അത് അമ്മ അറിഞ്ഞേനെ. എന്തായാലും നിങ്ങളുടെ ഏട്ടനെ ഇത്ര അടി അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാനേ. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഏട്ടനെ തല്ലുന്നതെന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവൻ ചെറുപ്പത്തിലെ നല്ല തല്ലൊക്കെ കണ്ടിട്ടുണ്ട്, എന്തായാലും ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട്. രേവതി, നീ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് അങ്ങ് വിശ്വസിച്ചോ? നീ അമ്മയെ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രുതിയാണെങ്കിൽ സത്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് സൈലന്റ് ആയിട്ടിരുന്ന അമ്മ
പെട്ടെന്ന് തന്നെ ഭദ്രകാളിയായി മാറി ശ്രുതിയുടെ മണ്ടയിലേക്ക് ചാടി വീണത്. എനിക്കത് തോന്നിയത് ശ്രുതിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ നീ കണ്ടിരുന്നോ, അമ്മയാണെങ്കിലും മിണ്ടാതിരുന്ന ശ്രുതിയെ കൊണ്ട് പറയടാ നീ ആരുടെ കയ്യിൽ നിന്നാ മേടിച്ചത്, ആരുടെ കയ്യിൽ നിന്നാ മേടിച്ചതെന്ന് ശ്രുതിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലാണ് അമ്മ അവനെ തല്ലിയതെന്ന് പറയുന്നുണ്ട്. സച്ചിയേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോ ആ കൂട്ടുകാരന്റെ കയ്യിൽ നിന്നായിരിക്കില്ലേ നിങ്ങളുടെ ഏട്ടൻ പൈസ മേടിച്ചത്? എന്തായാലും രേവതി, എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോ നമ്മുടെ സ്വർണം എടുത്തോണ്ട് പോയിട്ടായിരിക്കുമോ ആ ക്യാഷ് ഉണ്ടാക്കിയത്? അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാ എല്ലാവരോടും പറയുക? നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. അത് തന്നെയാ രേവതി വേണ്ടത്. എന്തായാലും അവന് പണം കൊടുത്തെന്ന് പറഞ്ഞ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനെ പോയി കാണണം. അവൻ പൈസ കൊടുത്തോ ഇല്ലയോന്ന് അവന്റെ വായിൽ നിന്ന് തന്നെ പറയിപ്പിക്കാലോ എന്ന് പറയാനേ. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, ആ ഫ്രണ്ടിനെ തപ്പി ഇനി നമ്മൾ എവിടെ പോവാനാ? അവൻ എവിടെ പോവാനാ? അവൻ ആ പാർക്കിൽ തന്നെ കാണും. എന്തായാലും രാവിലെ പോയിട്ട് അവനെ കാണണം. അവനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കുന്നു പറയണേ എന്നാ രേവതി പറയുന്നുണ്ട്. അത് സച്ചിയേട്ടാ, ഇനിയിപ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ ക്യാഷ് അയാൾ കൊടുത്തതാണെങ്കിലോ, നിങ്ങളുടെ ഏട്ടൻ സ്വർണം എടുത്തു എന്നൊക്കെ നമ്മുടെ വെറും ഊഹങ്ങളാണെങ്കിലോ എന്ന് ചോദിക്കാനേ. രേവതി, നീ എന്താ പറയുന്നത്? നീ കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ സ്വർണം എടുത്തത് അവൻ തന്നെയായിരിക്കുമെന്ന് സച്ചി ഉറപ്പിച്ചു പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചി പാർക്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ ആ ഫ്രണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ നേരിട്ട് എന്നിട്ട് ശ്രുതിയെക്കുറിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ക്യാഷ്വലായിട്ട് എന്നിട്ട് സച്ചി ആ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, അതെ എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് ഒരു 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്, എനിക്കൊന്ന് കടം തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അതെ എൻ്റെ കയ്യിൽ അത്രയും രൂപയൊന്നും ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല. അത്രയും ക്യാഷൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പലിശ കൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിച്ചേനെന്ന് പറയുകയാണെ. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, അല്ല എനിക്ക് കുറച്ച് പൈസ, അതാ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ 20,000 30,000 രൂപയൊക്കെയാണ് ഞാൻ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കൊടുത്തത്. അതും ആ ശ്രുതിക്ക് അന്നൊരു 20,000 രൂപ കൊടുത്തിരുന്നു എന്ന് പറയാനെ. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, അല്ല ശ്രുതിക്ക് നിങ്ങളപ്പോൾ അന്ന് 4 ലക്ഷം രൂപ കൊടുത്തില്ലേ? ആര്? ഞാനോ? അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേനെ. പിന്നെ അവന് ഞാൻ കൊടുത്തത് ആ ഒരു 20,000 രൂപ. അതൊന്നും മേടിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം. അവന്റെ പുറകെ എവിടെയെല്ലാം നടന്നു. ലാസ്റ്റ് അവന്റെ ഭാര്യയാണ് ആ പൈസ തന്നു തീർത്തേന്ന് പറയാണേ. ഇതിൽ നിന്ന് നമ്മുടെ സച്ചിക്ക് വ്യക്തമാവുന്നുണ്ട്, ശ്രുതി ആ ആനന്ദിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ടില്ല. അപ്പോൾ ആ സ്വർണം എടുത്തത് ശ്രുതി തന്നെയാണെന്ന് കേട്ടോ. അപ്പോ പിന്നീടായിട്ട് വരുന്നത് സച്ചി തെളിവുകൾ സഹിതം ശ്രുതിനെ എല്ലാവരെയും മുമ്പിൽ നിർത്തുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളുമായി കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.